സുരേഷ് ഗോപി കൂടി വന്നതോടുകൂടി തൃശൂർ മണ്ഡലത്തിന്റെ ചിത്രം തന്നെ മാറി മറിഞ്ഞിരിക്കുകയാണ്. തൃശൂരിന്റെ മനസ്സിൽ എന്താണ്? ഷൂറായിട്ടും 2 കൊല്ലം സി പി ഐ സ്ഥാനാർത്ഥിയാണ്, 2 പ്രാവശ്യമായിട്ട് MP ആയിരുന്നതാണ്. ഇപ്രാവശ്യം മാറ്റം വരുന്നെന്ന് ഉറപ്പായിട്ടും പറയുന്നത്. 2 പ്രാവശ്യമായിട്ട് ഇവിടെ CPI സ്ഥാനാർത്ഥി നിന്നിട്ടുള്ളതല്ല, അതിൻ്റെ കൂടെ പുരോഗമനം കരടവാനായിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോഴത്തെ അവസ്ഥ രാജാജി മാതിനെ കയറ്റി വിട്ടാല, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെ കയറ്റി വിട്ടാൽ അവിടെ BJP ആവും. ജനങ്ങൾക്ക് ഉപകാരപ്പെടണം, രാഹുൽ ജയിക്കണം, അത്രയും ആഗ്രഹിക്കുന്നുള്ളൂ. രാഹുൽ വന്നെങ്കിൽ ഈ കേരളം തന്നെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് മിക്കതും അവർ ജയിക്കാനാണ് സാധ്യത. ഗുണം ഉണ്ടാവണം, ജയിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്കൊരു ഗുണം വേണം, നമുക്ക് നമ്മുടെ ഇതിന്. ഇവിടെ പ്രതാപനെ ജയിക്കാനുള്ള സാധ്യതയുള്ളൂ. അത് കഞ്ചേരി കൊടുങ്ങല്ലൂരും പല സ്ഥലത്തുകൾ നിന്നിട്ട് നല്ല വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളാണ്, പക്ഷെ അങ്ങനെ ജയിക്കുന്ന നല്ല ഉറപ്പാണ് എനിക്ക്. ഇവിടെ പ്രതാപം ജയിക്കുന്നതിന് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ 3 ആളും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നവരാണ്. ഇവിടെ ആര് ജയിച്ചാലും ജനങ്ങൾക്ക് നല്ലതായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പ്രതാപനായാലും സുരേഷ് ഗോപി ആയാലും, അതായത് ആൾക്കാരെ ഇടപഴകാനും എല്ലാത്തിനും നല്ല ഇതുള്ള ആൾക്കാരാണ്. ഇങ്ങനെ രാജാജിയുടെ മാതിരിയല്ല, അത്ര മൂറാവും. രാജാജി ജയിക്കും അങ്ങനെ പ്രതീക്ഷിക്കണേ. നല്ലത് ചെയ്തിട്ടുള്ളവര് അത് കാരണം പ്രതീക്ഷിക്കും. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വോട്ട് വേറൊരാൾക്കും തെറ്റ് ചെയ്യില്ല, അത് അവർക്ക് തന്നെ പോവുള്ളൂ.